നമസ്കാരം, എല്ലാവർക്കും മൈൻഡ് ട്രീ വ്ളോഗിലേക്ക് സ്വാഗതം. ഉറുമ്പുകളെ കുറിച്ചുള്ളായിരുന്നു ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ. അതിൻ്റെ അവസാന ഭാഗമാണ് ഈ വീഡിയോ. 12,000-ലധികം വ്യത്യസ്ത ഇനം ഉറുമ്പുകളെ ലോകത്ത് പല ഭാഗത്തായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമ്മളെ ഏറ്റവും അതിശയിപ്പിക്കുന്ന 4 തരം ഉറുമ്പുകളെയാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉറുമ്പുകൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോയല്ലോ. ഞാൻ ഗൗരി, എല്ലാവർക്കും മൈൻഡ് ട്രീയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിനി പറയാൻ പോകുന്നത് ഉറുമ്പുകളുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ പറ്റിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അവരുടെ ഇടയിലുണ്ട്. ഉറുമ്പുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് 3 ഓർഗനാണ്. ഒന്ന് അവരുടെ ആൻറ്റിന, 2 അവരുടെ ഏറ്റവും ഫ്രണ്ടിലെ കാല്, പിന്നെ അവരുടെ വായ. ഇതൊക്കെ കൂടി കൂട്ടി മുട്ടിച്ചിട്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ ഒരു രീതി. ഇനി ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ രീതി ഫിറമോണുകൾ വെച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണിത്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഒരു ഉറുമ്പ് അതിൻ്റെ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങി എങ്ങനെയാണ് വഴി തെറ്റാതെ തിരിച്ചു കൂട്ടിലെത്തുന്നതെന്ന്? ഒരു ഉറുമ്പ് നടക്കണ വഴിയിലൊക്കെ ഒരു കെമിക്കൽ തേച്ച് പിടിപ്പിക്കും. ആ കെമിക്കലിൻ്റെ മണം പിടിച്ചിട്ടാണ് തിരിച്ച് കൂട്ടിലേക്ക് വഴി തെറ്റാതെ എത്തണത്. നമുക്കൊരു ചെറിയ പരീക്ഷണം നടത്താം. ഇതിലെ സ്ഥിരമായിട്ട് ഉറുമ്പ് പോണൊരു ട്രാക്കാണ്. ആ ട്രാക്കിൽ അപ്പോൾ നല്ലപോലെ ഫിറമോൺ ഉണ്ടാവും. നമുക്ക് കൈ കൊണ്ട് ഈ ട്രാക്ക് ഒന്ന് മാറ്റാം. അപ്പം എന്തായാലും അവിടുത്തെ ഫിറമോണൊക്കെ മാഞ്ഞു പോകും. പിന്നെന്താ ഇവിടെ ഉണ്ടാവണേ നോക്കാം. ഉറുമ്പുകൾ എപ്പോഴും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാക്കിൽ കൂടെ വരുന്നവർ അവരുടെ ആളാണോ എന്ന് അറിയാനാണ്. ഉറുമ്പുകൾ ചിലപ്പോൾ മറ്റുള്ള ഉറുമ്പുകളുടെ കോളനി റെയ്ഡ് ചെയ്ത് അവിടുത്തെ മുട്ടകൾ തട്ടിയെടുക്കാറുണ്ട്. ഇങ്ങനത്തെ നുഴഞ്ഞുകയറ്റക്കാർ ഇതിലുണ്ടോയെന്ന് അറിയാനാണ് ഉറുമ്പുകൾ എപ്പോഴും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. ഇങ്ങനെയുള്ള കള്ളന്മാരെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവർ കൂട്ടായിട്ട് ആക്രമിച്ച് കൊല്ലും. ഞാനിപ്പോൾ ദേ ഈ ഫിറമോണൊക്കെ കൈ കൊണ്ട് മാറ്റിയാണ്. ഇനി എന്താ അവിടെ ഉണ്ടാവുക നോക്കാം. ഫിറമോൺ പോയോടുകൂടി അവൻ്റെ വഴി ഏതാണെന്ന് അവർക്ക് മനസ്സിലാവാതായി. ദേ നോക്കിയേ, ഈ ഉറുമ്പിന് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഫിറമോൺ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ ഉറുമ്പ് തിരിച്ചു പോവാണ്. ഇനി ഇവരിലെ പതുക്കെ നടന്ന് ആദ്യം ആ ട്രാക്ക് ശരിയാക്കും. ചിലപ്പോൾ പുളി ഉറുമ്പുകൾ ഈ തുണ്ണിരുന്ന അഴയമ കൂടിയൊക്കെ നടക്കാറുണ്ട്. അപ്പം നമ്മൾ അവിടെ ഒരു വെള്ളമുണ്ടിട്ടിട്ട് വൈകുന്നേരം നമ്മൾ എടുക്കാൻ പോകുമ്പോഴേക്കും ഈ വെള്ളമുണ്ടുമ്പോൾ ഒരു ലൈറ്റ് ഓറഞ്ച് ലൈൻ ഉണ്ടാവും. അതാണ് ഇവരുടെ ഫിറമോൺ ട്രാക്ക്. ഇതൊക്കെ സാധാരണ എല്ലാ ഉറുമ്പുകളും ചെയ്യണ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സാണ്. പക്ഷേ വളരെ എഫക്റ്റീവായ മറ്റൊരു കമ്മ്യൂണിക്കേറ്റീവ് സിസ്റ്റം ഈ പുളി ഉറുമ്പുകൾക്കുണ്ട്. ഇതൊരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ കൂടിന് നേരെ ഒരു അറ്റാക്ക് വന്നു. അപ്പോൾ ഈ ഉറുമ്പുകൾ എയറിലേക്ക് ഒരു ഫിറമോൺ സ്പ്രെഡ് ചെയ്യും. ആ ഫിറമോണിൻ്റെ മണം കേട്ട് കഴിഞ്ഞാൽ എല്ലാ ഉറുമ്പുകളും അലേർട്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉറുമ്പ് വിചാരിച്ചാൽ പോലും ബാക്കി ഈ കൂട്ടിലുള്ള എല്ലാ ഉറുമ്പുകളെയും അലേർട്ടാക്കാൻ പറ്റും. വീവർ ആൻറ്റികളെ കുറിച്ച് പറയാൻ നിന്നാൽ ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. അതിനൊന്നും നമുക്ക് നേരമില്ല. പക്ഷേ ഒരു 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഉറുമ്പുകളിലേക്ക് പോവാം. മറ്റുറുമ്പുകളെ സംബന്ധിച്ച് വീവർ ആൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാഴ്ചശക്തി അപാരമാണ്. മറ്റുറുമ്പുകൾക്ക് അത്ര കാഴ്ചശക്തി ഉണ്ടാവാറില്ല. പക്ഷേ വീവർ ആൻറ്റ് ആ കാര്യത്തിൽ മുന്നിലാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ വിചിത്രമായി ജീവിക്കുന്ന 4 ഉറുമ്പുകളെ കുറിച്ചാണ് ഞങ്ങൾ ഇനി പറയാൻ പോകുന്നത്. ഇതിലൊന്നാമത്തേത് കണ്ണ് കാണാത്തതും ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസുമായ ഉറുമ്പ് ആർമി ആൻറ്റ്സ്. പിന്നെ ഇലകളൊക്കെ മുറിച്ച് കൂട്ടി വെച്ച് സ്വന്തമായിട്ടൊരു ഫാം നടത്തുന്നവർ ലീഫ് കട്ടർ ആൻറ്റ്സ്. മൂന്നാമത്തേത് തേൻ കുടിച്ച് മാത്രം ജീവിക്കുന്നവർ ഹണി പോട്ട് ആൻറ്റ്സ്. നാലാമത്തേത് എന്ന് വെച്ചാൽ അവസാനത്തേത് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ മരുഭൂമിയിൽ ജീവിക്കുന്ന സിൽവർ ആൻറ്റ്സ്. നമ്പർ 1 ആർമി ആൻറ്റ്സ്. പേര് പോലെ തന്നെയാണ് ഇവരുടെ ജീവിതവും. ഒരു ഉറുമ്പ് കോളനിയിൽ 2 മില്യൺ ഉറുമ്പുകൾ വരെ ഉണ്ടാവാം. കാഴ്ചശക്തി ഇല്ലെങ്കിലും ഹണ്ടിങ്ങിൽ ഇവരെ വെല്ലാൻ വേറെ ഒരു ഉറുമ്പിനും പറ്റില്ല. ഒരു ചെറിയ ഗ്രൗണ്ടിൻ്റെ അത്രയ്ക്കുള്ള കാടിൻ്റെ അടിത്തട്ട് മുഴുവൻ ഇവർ വലിയൊരു ഗ്രൂപ്പായി വന്ന് റൈഡ് ചെയ്യും. ഇങ്ങനെ ഇവർ മാർച്ച് ചെയ്യണതിൻ്റെ ഇടയിൽ മുന്നിൽ വന്നു പെടുന്ന എല്ലാ ജീവികളെയും ഇവർ ആക്രമിച്ചു കൊല്ലും. ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് 2 മാർഗങ്ങളാണ് ഉള്ളത്. ഇവർക്ക് കണ്ണ് കാണാൻ പറ്റാത്തതുകൊണ്ട് അനക്കങ്ങളെ ഡിറ്റക്റ്റ് ചെയ്താണ് ഇവർ ഇരകളെ കണ്ടുപിടിക്കാറ്. അതുകൊണ്ട് അനങ്ങാതെ നിന്നാൽ രക്ഷപ്പെടാം, അതൊരു വഴി. പിന്നെ ഈ റൈഡിങ് സ്പോട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റുന്ന ജീവികൾക്കും രക്ഷപ്പെടാം. ബാക്കിയുള്ള എല്ലാ ജീവികളും ഇവരുടെ ഭക്ഷണമായി തീരും.
തേളുകളും ഞണ്ടുകളും വരെ ഇവരുടെ ആക്രമണത്തിൽ പെട്ടുപോകാറുണ്ട്. തെക്കേ അമേരിക്കയിലെ ട്രൈബുകൾ മുറിവ് സ്റ്റിച്ച് ചെയ്യാൻ ഈ ഉറുമ്പുകളെ ഉപയോഗിക്കാറുണ്ട്. അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഇവരുടെ ബൈറ്റ്. അപ്പോക്കലിപ്റ്റ് വന്ന സിനിമയിൽ ഇതുപോലെ ഉറുമ്പുകൾ വെച്ച് മുറിവ് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ആ സിനിമ കണ്ടവരാരും അത് മറക്കാൻ വഴിയില്ല. സിനിമയിൽ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് അവർ നമ്മളെ പറ്റിക്കുന്നതാണ്. പക്ഷേ ആർമി ആൻസിനെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് അവിടെ ശരിക്കും നടക്കണ കാര്യമാണെന്ന്. നമ്പർ 2, ലീഫ് കട്ടർ ആൻസ്. ഇതാണ് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ 50 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഫാമിംഗ് തുടങ്ങിയ ഉറുമ്പുകൾ. ഇലകൾ മുറിച്ച് കൂടിനകത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന പണി. എന്നിട്ട് ഈ ഇലകളൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അടക്കി ഒതുക്കി വയ്ക്കും. ഈ ഇലകൾ ഉപയോഗിച്ചാണ് ഇവർ ഫാമിംഗ് നടത്തുന്നത്. ഒരു തരം പൂപ്പലാണ് ഇവർ കൃഷി ചെയ്യണത്. ആ പൂപ്പലുകൾക്ക് വളരാനായിട്ടാണ് ഈ ഇലകൾ. വളരെ പ്രോട്ടീൻ റിച്ചായ ഫുഡാണിത്. ഇതാണ് ഇവരുടെ ലാർവയുടെയും ഭക്ഷണം. ഈ കൃഷിയുടെ ഭാഗമായിട്ട് വരുന്ന വേസ്റ്റുകളൊക്കെ പുറത്തു കൊണ്ട് കളയാൻ പ്രത്യേക ഉറുമ്പുകൾ തന്നെ ഉണ്ട് ഇവരുടെ ഇടയിൽ. അതുമാത്രമല്ല, ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത് ഇവരുടെ കൃഷിക്ക് വരുന്ന കേടുകൾക്ക് പ്രത്യേകം മരുന്നുകൾ തന്നെ ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ്. നമ്പർ 3, ഹണി പോട്ട് ആൻസ്. ഈ ഉറുമ്പുകളുടെ പ്രധാന ഭക്ഷണം തേനാണ്. തേൻ പലപ്പോഴും ഒരു സീസണൽ ഫുഡാണല്ലോ. അതുകൊണ്ടാണ് ഈ തേനീച്ചകളൊക്കെ ഈ തേൻ ശേഖരിച്ച് വെക്കണത്. പക്ഷേ ഈ ഉറുമ്പുകൾക്ക് തേനീച്ചകളുടെ പോലത്തെ സിസ്റ്റം ഒന്നും ഇല്ല. അതുകൊണ്ട് അവർ സ്വയം ഈ തേൻ നിറയ്ക്കണ ഭരണിയായി മാറും. ഇവരിൽ കുറച്ച് പേരെ തേൻ ഭരണികളായി സെലക്ട് ചെയ്യും. അവരെപ്പോഴും ഈ കൂടിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും. ബാക്കിയുള്ള ഉറുമ്പുകൾ പുറത്തു പോയി എല്ലാ പൂക്കളിൽ നിന്നും തേനുകളൊക്കെ എടുത്ത് ഇവർക്ക് കൊണ്ട് കൊടുക്കും. തേൻ ഭരണികളായി കഴിഞ്ഞാൽ പിന്നെ ഈ ഉറുമ്പുകൾ കൂടിനകത്ത് ഇങ്ങനെ കടിച്ച് പിടിച്ചിരിക്കും. പിന്നെ ഇവർക്ക് തേൻ ആവശ്യം വരുന്ന നേരത്ത് ഈ തേൻ ഭരണികളായിരിക്കുന്ന ഉറുമ്പുകളുടെ അടുത്തൊന്ന് പോയി തട്ടിക്കഴിഞ്ഞാൽ കുറേശ്ശെ തേൻ ഇവർക്ക് കൊടുക്കും. ഓസ്ട്രേലിയയിലെ ആഫ്രിക്കയിലെയും പല ട്രൈബുകളും ഈ ഹണി പോട്ട് ആൻസിൻ്റെ കൂടൊക്കെ തുറന്ന് തേൻ ഭരണികളായിരിക്കുന്ന ഉറുമ്പുകളെ കഴിക്കാറുണ്ട്. ഇനി നമുക്ക് ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഉറുമ്പിനെ പറ്റി പറയാം. നമ്പർ 4, സിൽവർ ആൻസ്. ഈ ഉറുമ്പുകൾ ജീവിക്കുന്നത് സഹാറ മരുഭൂമിയിലാണ്. അവിടുത്തെ കാര്യങ്ങൾ അറിയാലോ. ഏറ്റവും കൂടുതൽ ചൂടുള്ള ഭൂമിയിലെ തന്നെ സ്ഥലങ്ങളിലൊന്നാണിത്. എല്ലാ ജീവികൾക്കും ഭക്ഷണം ഇവിടെ വലിയൊരു പ്രശ്നമാണ്. ഈ മരുഭൂമിയിലെ ഒരു പല്ലിയുടെ പ്രധാന ഭക്ഷണമാണ് സിൽവർ ആൻസ്. അതുകൊണ്ട് പല്ലികൾ ഈ ഉറുമ്പുകൾ പുറത്തു വരുന്നത് നോക്കിയിരിക്കുകയാണ്. അതേ ഉറുമ്പുകൾക്കും അറിയാം. നട്ടുച്ചയ്ക്ക് ചൂട് ഏകദേശം ഒരു 47 ഡിഗ്രി ആയി കഴിയുമ്പോൾ പല്ലികൾ സ്ഥലം വിടും. ആ തക്കം നോക്കി ഉറുമ്പുകൾ പുറത്തിറങ്ങും. 53 ഡിഗ്രി ചൂട് വരെ ഈ ഉറുമ്പുകൾക്ക് താങ്ങാൻ പറ്റും. പക്ഷേ വെറും 10 മിനിറ്റ് നേരത്തേക്ക് മാത്രം. ഈ 10 മിനിറ്റിനുള്ളിൽ ഭക്ഷണം കണ്ടെത്തി കൂട്ടിലെത്തണം. അതിൽ കൂടുതലായാൽ ഇവരും ചത്തുപോകും. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഉറുമ്പാണിത്. സ്വന്തം ശരീരത്തിൻ്റെ നീളത്തേക്കാൾ 108 ഇരട്ടി ദൂരം അത് ഒരു സെക്കൻഡിൽ സഞ്ചരിക്കും. ഒരു ചീറ്റപ്പുലിയുടെ വേഗത 16 ഇരട്ടിയാണെന്ന് ഓർക്കണം. ഇങ്ങനെ ഭൂമിയിലെ ഏതാണ്ട് എല്ലാ ഹാബിറ്റാറ്റുകളിലും ഉറുമ്പുകളുണ്ട്, അവരുടേതായ പ്രത്യേക ജീവിതശൈലിയുമായി. ഉറുമ്പുകളെ കുറിച്ചുള്ള ആദ്യ വീഡിയോയുടെ താഴെ അച്ഛൻ്റെ അമ്മയുടെ ഒരു കോമൺ ഫ്രണ്ടായ രജീഷ് അങ്കിൾ ഒരു നല്ല കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ആ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആദ്യം തന്നെ നോക്കുമ്പോൾ കാണാനായിട്ട്. ശത്രുക്കളിൽ നിന്ന് സ്വന്തം കൂടിനെ രക്ഷിക്കാനായിട്ട് സ്വയം പൊട്ടിത്തെറിക്കുന്ന ഒരു തരം ഉറുമ്പുകളെ കുറിച്ചുള്ള കമൻറ്റാണത്. നിങ്ങൾ ആ കമൻറ്റ് വായിച്ചു നോക്കണം, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുമാത്രമല്ല, രജീഷ് അങ്കിളിന് ഒരു ബിഗ് താങ്ക്സ്. ഇങ്ങനെ പല വിചിത്രമായ രീതിയിൽ ജീവിക്കുന്ന ഉറുമ്പുകൾ ലോകത്തുണ്ട്. ഉറുമ്പുകളെ കുറിച്ച് ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.